ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് ഉപകാരപ്രദമായ ഒരു പാക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. സ്കിൻ ടൈറ്റൻ ചെയ്യാനും അതേപോലെ വെയിലൊക്കെ കൊണ്ട് നമ്മുടെ സ്കിന്ന് ടാനൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഫേസ് പാക്ക്, അതുപോലെ ടാൻ റിമൂവൽ പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മളിന്ന് ഇവിടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള അലോവേറ ജെല്ല് വേണം. അതുപോലെ ഒരു എഗ് വൈറ്റ്, ഒരു അര ടീസ്പൂൺ എഗ് വൈറ്റ് വേണം. അതേപോലെ ആൽമണ്ട് പൗഡറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, ബദാം അതുപോലെ പൊടിച്ചത്. ഒരു ടേബിൾ സ്പൂൺ നല്ല ബസ്മതി അരി ചോറാണ് ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ അര ടീസ്പൂൺ തൈര്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ. അതുപോലെ നമുക്ക് വേണ്ടത് പിന്നെ ആവശ്യമായിട്ട് വരുന്നത് കടലമാവ്. മുൾട്ടാണി മിട്ടിയുടെ പൗഡർ ഇപ്പോൾ എടുത്തിട്ടില്ല, അതും കൂടെ ഇതിനകത്ത് അര ടീസ്പൂൺ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ പാക്കുകളെല്ലാം കൂടെ എടുത്ത് മിക്സിയിൽ ഒന്ന് അടിക്കുക. ഈ ചോറും മുട്ടയുടെ വെള്ളയും ആൽമണ്ടിൻ്റെ പൗഡറും കടലമാവും ചോറും എല്ലാം കൂടെ മിക്സിയിലൊന്ന് അടിച്ച് നമുക്ക് ഒരു പാക്കായിട്ട് തയ്യാറാക്കാം. ഇത് നമുക്ക് ഒരു സ്കിൻ ഗ്ലോ കിട്ടാനും അതുപോലെ ടാൻ എല്ലാം റിമൂവ് ചെയ്ത് പോകാനുമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഈ പാക്ക് ഒന്ന് തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാക്കുകളെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കടലമാവ് വരുന്നുണ്ട്, ഇതിനകത്ത് അലോവേറ ജെല്ല് ഇട്ടിട്ടില്ല, ഇനിയിപ്പോൾ ഇടും. അതുപോലെ ഒരു ടീസ്പൂണ് ചോറ്, പച്ചരിയുടെ ചോറ് അരച്ചു, അതിനൂടെ ശകലം മുട്ടയുടെ വെള്ളയും. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വൈറ്റമിൻ ഇയും അതേപോലെ അലോവേറ ജെല്ലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 200 mgയുടെ ക്യാപ്സൂളാണ് എടുത്തേക്കുന്നത്. ഈ പിഗ്മെൻ്റ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു വൈറ്റമിൻ ഇയുടെ ഈ സിറം ഇതുപോലെ നമ്മൾ എടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ട് വരുന്നത് ഒരു അര ടീസ്പൂൺ നല്ല പ്യുവറായിട്ടുള്ള അലോവേറ ജെല്ല്. ഇപ്പം ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യുക. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ചുളുക്ക് വീഴത്തില്ല, അതുപോലെ പിഗ്മെൻറ്റേഷൻ വരാതെ തടയും. അതേപോലെ തന്നെ സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഗ്ലോ ആയിട്ടും ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കാൻ പാടില്ല, അപ്പോഴപ്പോഴും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുക. ഫേസിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഇട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ടാനൊക്കെ മാറി സ്കിൻ നല്ല ഗ്ലോ ഉള്ളതായിട്ട് കാണും. അപ്പം നമുക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിൻ ടൈറ്റ് ആവും, അതേ വെയിലൊക്കെ കൊണ്ട് ടാൻ മാറും. അപ്പോൾ നമുക്ക് ഈ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനിപ്പോൾ ഒന്നുകിൽ പച്ചപ്പാല്, അല്ലെങ്കിൽ കരിക്ക് വെള്ളം, അല്ലെങ്കിൽ കരിക്ക് അരച്ചെടുത്ത് ഏതാണെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ക്ലെൻസിങ്, ഒന്നുമില്ലെങ്കിൽ ക്ലെൻസിങ് മിൽക്ക് ഏതെങ്കിലും വെച്ച് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഇന്നെടുക്കുന്നത് കാച്ചാത്ത പാല്, ഇതേപോലെ 2 കോട്ടൺ എടുത്തു, ഒരു പാലെടുത്തു, അതിനുശേഷം നമ്മൾക്കൊന്ന് തുടച്ചു കൊടുക്കുന്നു. നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും ഫേസിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കഴുത്തേലെ ഒക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിനെ പോലെ തന്നെ കളർ കഴുത്തിലും കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ഇപ്പം ഈ പാൽ വെച്ച് തുടച്ച് ഈ കോട്ടൺ നമ്മൾ തിരിച്ചു വയ്ക്കുന്നു, എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ഇതേപോലെ ഒരു കോട്ടനും എടുത്ത് വീണ്ടും നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നു. ഈ പാക്ക് ഇട്ടാൽ ഈ കണ്ണിൻ്റെ താഴെയുള്ള ഫഫ്നെസ്സിനൊക്കെ നല്ല ഒരു കുറയാൻ വേണ്ടിയ നല്ലൊരു പാക്കാണ്. ഇപ്പോൾ നല്ല ഫേസ് നമുക്ക് ഈ പാക്ക് ഇടാനായിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഞാൻ ഇതിനകത്ത് ചോറുണ്ട്, കടലമാവുണ്ട്, അതുപോലെ മുട്ടയുടെ വെള്ളയുണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, അലോവർ ജെല്ലുണ്ട്, എല്ലാം കൂടെ ഒന്ന് അടിച്ച് പാക്കായിട്ട് വെച്ചിരിക്കുക. നല്ലതായിട്ട് ഇത് നമ്മൾ അടിച്ച് ക്രീം പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി മുഖത്ത് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്പോൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ പാക്ക് നമ്മൾ ഇടുന്നത് ബ്രഷ് വെച്ചാൽ. ഇപ്പം ഞാൻ ബ്രഷ് വെച്ചിടാത്തതുകൊണ്ട് റബ്ബ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഫഫ്നെസ്സിനൊക്കെ നല്ല ഒരു പാക്കാണ്. ഈ ചുളുക്കൊക്കെ മാറാൻ, ഈ സൺക്രോസ് ഒക്കെ വരുന്നതിന് വളരെ നല്ലതാണ് ഈ പാക്ക്. ഈ കണ്ണിൻ്റെ സൈഡിലോട്ട് നമ്മൾ ഇടുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കുഞ്ഞു വെയിൻസ് ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഈ കണ്ണിൻ്റെ മുകളിലും ഒക്കെ ഇടാൻ പാടില്ല. ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഉണങ്ങുന്നതിന് മുന്നേ നനച്ച് കൊടുക്കുക. 1 ടൈം നനച്ചു കൊടുക്കുക. ഇതൊരു കൂളിംഗ് പാക്കും കൂടെ നമ്മളിപ്പോൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ പാക്ക് ഇട്ട് 30 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഇതിനകത്തുള്ള ഓയിലെല്ലാം നമ്മുടെ സ്കിന്നിൽ അബ്സർവ് ചെയ്തിട്ടുണ്ട്. സ്കിന്നൊന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്കിനി ഈ പാക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും പച്ചപ്പാലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസോ ഓറഞ്ചോ കുക്കുംബറോ ഏതാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ജ്യൂസ് വെച്ച് നനച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് മസാജ് കൊടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് ഒരു ശകലം പച്ച പാലാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഈ പാല് വെച്ച് തന്നെ ഞാൻ ഈ ഫേസ് ഒന്ന് നനച്ചു കൊടുക്കുന്നു. നനയ്ക്കാതെ ഒരു കാരണവശാലും മസാജ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ സ്കിൻ ഡാമേജ് വരും. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് നനച്ചു കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും കയ്യിലും കൂടെ നനച്ചതിന് ശേഷം നമുക്ക് ഒരു ലൈറ്റ് മസാജ് കൊടുക്കാം. ഒരു കാരണവശാലും ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ സ്കിൻ ടൈറ്റനിങ് കൂടെ പാക്ക് ആയതുകൊണ്ട് സ്കിൻ നല്ല ടൈറ്റ് ആവും. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ മുകളിലോട്ട് മാത്രമേ മസാജ് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കഴുത്തിനും കൂടെ ഇതുപോലെ നല്ലൊരു മസാജ് കൊടുത്താൽ കഴുത്തിലുള്ള കറുപ്പുകളൊക്കെ കുറവ് വരും, ഡ്രൈനെസ് മാറും, ടാൻ കളയും. അപ്പോൾ ഇതുപോലെ നമ്മൾ കഴുത്ത് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഒരു മസാജ് കൂടെ കൊടുത്തിട്ട് മാത്രമേ നമുക്ക് ഈ പാക്ക് തുടച്ച് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ മസാജ് കൊടുക്കുക. വീണ്ടും കൈ ഒന്നും കൂടെ നമ്മൾ നനച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു മസാജ് കൂടെ കൊടുക്കുക. കഴുത്തേലും കൂടെ ഇതുപോലെ ഒരു മസാജ് കൊടുത്താൽ നമുക്ക് രക്തയോട്ടം കൂടുകയും ചെയ്യും. അതുപോലെ ഈ കറുപ്പ്, ടാന് എല്ലാം പിഗ്മെൻ്റ് ഒക്കെ മാറുകയും ചെയ്യും. ഇത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇത് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ചോറ് എല്ലാവരുടെ വീട്ടിലും കാണും. അത് നല്ല ഈ ബസ്മതിയുടെ അരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ നല്ല ഒരു ഗ്ലാസ് സ്കിൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ കൂടെ അലോവർ ജെല്ലും വൈറ്റമിൻ ഇയും എല്ലാം നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ ടൈറ്റൻ ചെയ്യാൻ നമ്മൾ എഗ് വൈറ്റ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കടലമാവ് ഒരു ശകലം ഇടുന്നുണ്ട്. അത് ഇനി നമുക്ക് ഇത് മുഖം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്കിന്നിൻ്റെ ചേഞ്ച് മനസ്സിലാക്കാൻ കഴിയും. ഓക്കേ, അപ്പോൾ ഇതെൻ്റെ ചേച്ചിയാണ്. ഞാൻ ഒരു ടാൻ മാറുന്ന പാക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നോക്കാനായിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ ഫേസിനെ ഇട്ടു. അപ്പോൾ സ്കിൻ നല്ല ടാനൊക്കെ മാറി നല്ല കളറുണ്ട്. അപ്പോൾ ആ കളറിൽ ടാൻ വന്ന് ഒരു ഫെയ്ഡ് ആയിട്ടുണ്ട്. അതൊന്ന് മാറാനായിട്ട് ഞാൻ ഇന്നൊരു
ആൻറ്റി ഏജിങ് പാക്ക് തയ്യാറാക്കി. അതിന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഇട്ട് നമ്മളിപ്പോൾ പാക്കിട്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് പച്ച പാല് തൊട്ട് നനച്ചതിന് ശേഷം മാത്രമേ, എല്ലാം ചെയ്യുമ്പോൾ പച്ചപ്പാലോ ഫ്രൂട്ട് ജ്യൂസോ തൊട്ട് നനച്ചതിന് ശേഷം മാത്രം നമ്മൾ 5 മിനിറ്റ് റബ്ബ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമായിട്ടുള്ള സ്കിന്നെ ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും അതിന് ശേഷം ഏതെങ്കിലും ഒരു സൺബാനോ ഒരു മോയ്സ്ചറൈസ് എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നൊരു മോയ്സ്ചറൈസാണ് ഞാൻ എടുക്കുന്നത്. ഒരുപാടൊന്നും ആവശ്യമൊന്നുമില്ല, ഒരു ശകലം ഇത്രയും എടുത്താൽ മതി. എടുക്കുക. അത് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് വന്ന് യോജിപ്പിക്കുക. ഇതേപോലെ പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ചെയ്ത് നമ്മുടെ ഫേസിൽ, അതുപോലെ കൈക്കൊക്കെ വരുന്ന ടാന്, കൈമുട്ടിലൊക്കെ വരുന്ന കറുപ്പ്, ഇതിനകത്ത് ഒരു കെമിക്കലും ആഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ധൈര്യമായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ചെയ്യുക, നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. ഇതിനകത്ത് അലോവർ ജെല്ലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും. അതുപോലെ നമ്മുടെ സ്കിൻ നല്ലൊരു ഗ്ലോ കിട്ടും. പിന്നെ എഗ് വൈറ്റ് നല്ല ടൈറ്റനിങ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ കറുത്ത സ്പോട്ടുകളൊക്കെ വരാതിരിക്കാനായിട്ടൊക്കെ നല്ല ഒരു പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഇരിക്കുന്നു? സൂപ്പർ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.